പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനി നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും മുമ്പിലും തുറന്നു പറഞ്ഞു. അന്ന് നിശ്ചയത്തിൻ്റെ സമയത്ത് എല്ലാവരോടും ഞാൻ വെട്ടി തുറന്ന് പറയുകയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നമുക്ക് നിൽക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ അന്ന് ആ നിശ്ചയം നടന്ന് രണ്ടുപേരും ലോക്കായേനെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഞാൻ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബക്കാർ തമ്മിലുള്ള അവസ്ഥയെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുന്ന സമയത്ത് കുടുംബക്കാരെ കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് ഒന്നിക്കാൻ കഴിയില്ല. നിനക്ക് ഒന്നിക്കണം എന്നുള്ളത് ആഗ്രഹമില്ലേ? അതോ ഇനിയിപ്പം മറ്റെന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനി എൻ്റെ കയ്യിൽ നിന്ന് നീ മേടിക്കൂ കേട്ടോ, ഞാൻ നിൻ്റെ ആ ഒരു സ്ഥാനമൊന്നും ഞാൻ നോക്കത്തില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട്, ആയിക്കോട്ടെ, എന്തായാലും ഇനിയും തീരുമാനമെടുക്കാൻ വൈകിയില്ല. നമ്മളേതായാലും ഒരുമിച്ച് ഇന്ന് ഇറങ്ങി ഈ ഇറക്കം നമുക്ക് ഇന്ന് മാറി നിന്നാലോ? അതിൽ നിന്ന് ഒരു തീരുമാനം പെട്ടെന്ന് തന്നെ ഉണ്ടായിക്കോളും. നമ്മൾ ഒന്നിച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ എന്തായാലും മറ്റൊരു കല്യാണത്തിന് നമുക്ക് നമ്മളത് നോക്കുകയോ ഒന്നും ചെയ്യത്തില്ല. കാരണം ഈ കാരണം പറഞ്ഞ് എന്തായാലും വരുന്ന കല്യാണങ്ങളൊക്കെ മുടങ്ങിക്കോളും എന്നൊക്കെ പറയുകയാണ് അനി. അപ്പം നന്ദു പറയുന്നുണ്ട്, അത് വേണോ അനി? എനിക്കാകെ പേടിയാവുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, അത് ശരി, എല്ലാ ഗുണ്ടകളെയും വെറുപ്പിക്കുന്ന തൻ്റെടിയായ നീയാണോ ഇങ്ങനെ പറയുന്നത്? നീ ഇങ്ങനെ പേടിച്ചാലോ? അപ്പോൾ എൻ്റെ അവസ്ഥ എന്താകും എന്നൊക്കെ പറയുകയാണ് അനി. അങ്ങനെ പിന്നീട് അവർ ഒന്നിച്ച് അവിടെ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ഒടുവിൽ ഒരു ഹോട്ടൽ മുറിയിൽ പോയിട്ട് റൂം എടുക്കുകയാണ്. അനിയാണെങ്കിൽ ഒന്നിച്ച് നിൽക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ്. പക്ഷേ നന്ദു ആണെങ്കിൽ വീട്ടുകാർ എന്ത് വിചാരിക്കും, വീട്ടുകാർ ഇപ്പോൾ തിരഞ്ഞ് നടക്കുന്നുണ്ടാവുമല്ലോ, ഒരു വാശിക്ക് ഇറങ്ങിയതായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അത് പിന്നെ അനിയോട് പറയുകയും അനി പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ അമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കും അല്ലേ തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളത്. ഇനി എന്തായാലും ആ തീരുമാനത്തിലേക്ക് താനേ എത്തിക്കോളും. കാരണം നമ്മൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും നമ്മുടെ കല്യാണം നടത്തിയെടുക്കുന്നതേ വഴിയുള്ളൂ, അതെനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി എല്ലാ അർത്ഥത്തിലും അവർ ഒന്നാവുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതല്ലേ അനി ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത്, വർഷങ്ങളായിട്ട് നമ്മൾ പ്രണയിച്ച് നടന്നു, ആ പ്രണയം വീട്ടിൽ പറഞ്ഞു, അവർ അംഗീകരിക്കുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ ഇതല്ലാതെ പിന്നെ എന്താണ് ചെയ്യുക എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി പരസ്പരം സ്നേഹം പ്രണയമൊക്കെ പങ്കിട്ടിട്ട് അവിടെ താമസിക്കുകയാണ്. അതേസമയം നമ്മുടെ ആദർശും നയനയും ആണെങ്കിൽ അനിയെ കാണാത്തതിലും വീട്ടിലേക്ക് വിളിച്ചപ്പോൾ നന്ദുവിനെ കാണാത്തതിലുമുള്ള ടെൻഷനാണ്. അങ്ങനെ ആദർശ് നമ്മുടെ അനിയെ തിരഞ്ഞു നടക്കുകയാണ്. മുമ്പ് ഒരിക്കൽ അനിയെ കാണാനിടയായിട്ടുള്ള ആ ഒരു ആൽത്തറൻ്റെ അവിടെ ചെന്ന് നോക്കുകയും അവിടെ ഒന്നും കാണാനില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുകയും പിന്നീട് നന്ദുവിൻ്റെ സ്ഥാപനത്തിലുള്ള പോലീസ് സ്റ്റേഷനിലുള്ള കോൺസ്റ്റബിളിനെ കണ്ടിട്ട് നന്ദു എവിടെ പോയത് എന്നുള്ളത്, നന്ദുവിനെ മേഡത്തെ കണ്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നന്ദു മേഡം അനി എന്ന് പറഞ്ഞ ആ ഒരു പയ്യനുണ്ടല്ലോ, സാറിൻ്റെ അനിയൻ, അവർ വിളിച്ചിട്ട് പോയതാണ്, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്തായാലും നന്ദു മേഡത്തെയും അനിയേയും കാണാനില്ലാത്ത സ്ഥിതിക്ക് അവരൊന്നിച്ചാണ് പോയത് എന്നുള്ളത് ഉറപ്പാണ്. അവരെ എങ്ങോട്ടെങ്കിലും മാറി താമസിച്ചിട്ടുണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ആദർശിനങ്ങ് ടെൻഷനാവുകയാണ്. ഇനിയിപ്പോൾ മുറി എടുത്തിട്ട് രണ്ടാളും ഒന്നിച്ച് താമസിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നൊന്നും അറിയത്തില്ല എന്നുള്ളത് ആ ഒരു ടെൻഷനിൽ നിൽക്കുകയാണ് ആദർശ്. അങ്ങനെ പിന്നീട് ആദർശ് രണ്ടാളെയും ഒന്നിച്ച് കാണാനില്ല എന്നുള്ള വിവരം നയനയെയും മുത്തശ്ശനെയും ഒക്കെ വിളിച്ചറിയിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ അങ്ങ് ആകെ ടെൻഷനാവുകയും ഈ പിള്ളേർ എന്താണ് കാണിച്ചത്, അവരെ പറഞ്ഞ കാര്യമില്ല, അവരുടെ ഇഷ്ടംമാരെ തുറന്ന് പറഞ്ഞതാണ്, പക്ഷേ ഇപ്പോൾ വിവാഹം നടക്കുമെന്ന് തോന്നിയിട്ട് ചെയ്തതാവും, എന്നാലും ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കേണ്ടായിരുന്നു എന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്.